മുൻമന്ത്രിയും CPM നേതാവുമായ MM മണിയുടെ സഹോദരൻ MM ലംബോദരന്റെ സിപ്പ് ലൈൻ പൂട്ടിച്ച് ജില്ലാ ഭരണകൂടം. ഓറഞ്ച് അലർട്ട് ദിവസത്തെ നിരോധന ഉത്തരവ് മറികടന്ന് പ്രവർത്തിച്ചതിനാണ് നടപടി. സംഭവത്തിൽ അടിമാലി പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സുബിൻ തോമസ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകുവാനായി. സുബിൻ, ഇതാദ്യമല്ല ഇത്തരത്തിൽ നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ട് സിപ്പ് ലൈൻ പ്രവർത്തനം നടത്തുന്നത്, അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? അടിമാലിയിലാണ് ഈ സിപ്പ് ലൈൻ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻ മന്ത്രി MM മണിയുടെ സഹോദരൻ ലംബോദരന്റെ ഭാര്യയുടെ പേരിലുള്ള സിപ്പ് ലൈനാണ് നിലവിൽ നടപടി നേരിട്ടിട്ടുള്ളത്. പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ശക്തമായ മഴയെ തുടർന്ന് ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് റെഡ് അലേർട്ടുമാണ്. ഈ സമയത്ത് ഈ ജില്ലയിലെ സാഹസിക വിനോദങ്ങൾക്കെല്ലാം തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നതുമാണ്. ഇത് ലംഘിച്ചുകൊണ്ടാണ് ഈ ലംബോദരന്റെ ഭാര്യ സരോജിനിയുടെ പേരിലുള്ള ഹൈറേഞ്ച് സിപ്പ് ലൈൻ പ്രവർത്തനം നടത്തിയത് എന്ന് കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ച് പരാതിയും ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഈ നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിൽ സിപ്പ് ലൈൻ പ്രവർത്തിച്ചു എന്ന് കണ്ടെത്തിയത്. ഇതിനു മുമ്പ് സമാനമായ രീതിയിൽ കഴിഞ്ഞ ഏതാനും നാളുകളിൽ ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്ന സമയത്ത് ഈ സിപ്പ് ലൈൻ പ്രവർത്തിച്ചിരുന്നതായി പരാതി ഉയർന്നിരുന്നു. നിരന്തരം പരാതികൾ ലഭിച്ചു എന്നതിനെ തുടർന്നാണ് നിലവിൽ പരിശോധന നടത്തുകയും ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് ജില്ലാ ഭരണകൂടം കണ്ടെത്തുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സിപ്പ് ലൈനിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് നിലവിൽ ജില്ലാ ഭരണകൂടം ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈ സിപ്പ് ലൈനിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ സിപ്പ് ലൈനിന്റെ ഉടമസ്ഥാവകാശം ലംബോദരൻ, അതായത് MM മണിയുടെ സഹോദരനായ ലംബോദരന്റെ ഭാര്യ സരോജിനിയുടെ പേരിലാണ്. നിലവിൽ ഇതിന്റെ നടത്തിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ലംബോദരനാണ്. നിലവിൽ ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പ് അതുപോലുള്ള നിലവിലുള്ള നിയന്ത്രണങ്ങൾ ലംഘിച്ച് ഇത്തരത്തിൽ ഈ സിപ്പ് ലൈൻ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ജില്ലാ ഭരണകൂടം ഈ സിപ്പ് ലൈനെതിരെ നടപടി സ്വീകരിച്ചത്. ശരി, വ്യക്തമാണ്. സുബിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.